നമസ്കാരം. മറ്റൊരു തൊടുകുറി അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിലൂടെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരാമർശിക്കാൻ പോവുകയാണ്. ജീവിതത്തിൽ നിങ്ങൾ പലപ്പോഴും നേരിടുന്നതായ പല അനുഭവങ്ങളും അത് പല ചോദ്യങ്ങളുമായും നിങ്ങൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും ഇത്രയും വിഷമതകൾ, പ്രയാസങ്ങൾ എന്തുകൊണ്ടാണ് എനിക്ക് സംഭവിക്കുന്നത്, എന്താണ് എനിക്ക് കാര്യങ്ങൾ അനുകൂലമാകാത്തത്, ശുഭത്വം നിറയാത്തത്, അല്ലെങ്കിൽ എൻ്റെ ഭാഗ്യസമയം എപ്പോഴാണ് ആരംഭിക്കുക തുടങ്ങിയ പലവിധ ആലോചനകൾ, പല വിധത്തിലും ചിന്തിക്കുന്നതായ സാഹചര്യങ്ങൾ ഓരോരുത്തർക്കുമുണ്ട്. ചിലർക്ക് വിഷമങ്ങൾ മനസ്സിൽ നിന്നും ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട ചിന്തകൾ പോലുമാകാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും, അതായത് ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ലഭിക്കുന്ന സൂചനകൾ, അത് വലിയ ആശ്വാസം തന്നെയായി പലർക്കും മാറാറുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. ഇവിടെ തൊടുകുറി അധ്യായത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ ഒരു സാഹചര്യത്തെ കുറിച്ച് പരാമർശിക്കാം. തൊടുകുറി ഗണിതപ്രകാരം നിങ്ങളുടെ മനസ്സ് പ്രതിഫലിപ്പിക്കുന്ന ഒരു തൊടുകുറി തന്നെയാണ് ഈ അധ്യായത്തിലൂടെ ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തൊടുകുറി അധ്യായവുമായി ബന്ധപ്പെട്ട് 2 ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. ആ 2 ചിത്രങ്ങളാണ് ഇനി കാര്യങ്ങൾ സംസാരിക്കാനായി പോകുന്നത്. ഇത് വെറുമൊരു തിരഞ്ഞെടുപ്പല്ല. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നിങ്ങളുടെ മനസ്സുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് പോലും, അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ കാര്യങ്ങൾ, പ്രതീക്ഷകൾ, ഭയം, അത്തരത്തിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്രതിഫലിക്കുന്ന ഒരു സൂചന തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിലൂടെ നിങ്ങൾക്ക് വന്നു ചേരുക. അപ്പോൾ ഇതൊരു അവസരം തന്നെയായി നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസം വീണ്ടെടുക്കലായി ചിലർക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വഴികാട്ടിയായി ഈ തൊടുകുറി മാറാവുന്നതുമാണ്. ഇവിടെ നൽകാൻ പോകുന്ന സന്ദേശങ്ങൾ അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ആ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും അത് കൃത്യതയോടെ നേരിടുവാൻ സഹായകരമായ ഒരു മാർഗം തന്നെയാണ്. അപ്പോൾ ദൈവികമായ ഈ തൊടുകുറി അത് നിങ്ങളുടെ ജീവിതത്തിലെ ചിന്തകൾ, എല്ലാ കാര്യങ്ങളെയും ഒരേപോലെ ബാധിക്കുന്ന, അല്ലെങ്കിൽ ഒരേപോലെ പ്രതിഫലിക്കുന്നതായ സാഹചര്യങ്ങളാണ്. അപ്പോൾ ആ സന്ദേശങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ തന്നിരിക്കുന്നതായ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിൽ ആദ്യത്തേതായ ചിത്രം തത്തയുടെ ചിത്രമാണ് എങ്കിൽ, രണ്ടാമത്തേതായ ചിത്രം പച്ചക്കുതിരയുടെ ചിത്രമാണ്. 2 ചിത്രങ്ങൾക്കും, അല്ലെങ്കിൽ 2 ജീവികൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം, ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഏത് ചിത്രമാണ് തെളിഞ്ഞ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ പെട്ടെന്ന് ആകർഷണം തോന്നിയത് ഏത് ചിത്രമാണ് എങ്കിലും നിങ്ങൾക്ക് ആ ചിത്രത്തിൽ തൊടുവാൻ സാധിക്കും. തൊടേണ്ടതാണ്. ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന് തന്നെ പരാമർശിക്കാം. അപ്പോൾ ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ ആ ചിത്രം തൊട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനി ആ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട ആ ഫലങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി വധിക്കൂ. അല്ലെങ്കിൽ ആ ദേവതയ്ക്ക് മുൻപിൽ നിങ്ങൾ വച്ചിട്ടുള്ളതായ പ്രാർത്ഥനയാണ് എങ്കിലും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഈ ശുഭ ഫലങ്ങൾ നിറഞ്ഞ, അല്ലെങ്കിൽ ഈ പോസിറ്റീവായ അന്തരീക്ഷത്തിൽ നിങ്ങൾ രേഖപ്പെടുത്തുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും. അപ്പോൾ ആദ്യത്തെ ചിത്രമായ തത്തയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു.
തത്തയുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾ വളരെ ഹൃദയ ശുദ്ധിയുള്ള വ്യക്തികളാണ് എന്ന് പറയാം. സൗമ്യത മുഖമുദ്രയായിരിക്കുന്ന വ്യക്തികളായി തന്നെ പരാമർശിക്കാം. നിങ്ങൾ ബന്ധങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകുന്നവരാണ്. സുഹൃത്തുക്കൾക്കും സൗഹൃദങ്ങൾക്കും ജീവിതത്തിൽ വളരെ പ്രാധാന്യം നൽകുന്നവരാണ്. കുടുംബ ബന്ധങ്ങൾക്കും അപ്രകാരം പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുന്നവർ തന്നെയാണ്. ബന്ധങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ നിശ്വാസം പോലെ തന്നെയാണ് എന്ന് പറയാം. നിങ്ങൾക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് സന്തോഷിക്കുവാൻ താല്പര്യപ്പെടാത്തവരാണ്. കുടുംബത്തോടൊപ്പം അവരുടെ സന്തോഷം തന്നെയാണ് നിങ്ങൾക്ക് പ്രാധാന്യം. അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികളുടെ ഇഷ്ടങ്ങൾ അത് എപ്പോഴും മനസ്സിന് പ്രാധാന്യം നൽകുന്നവരാണ്. പ്രവൃത്തികളിൽ അതിന് പ്രാധാന്യം നൽകും. കൂടാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ ഇഷ്ടങ്ങൾ അത് വികാരങ്ങളാണ് എങ്കിലും അത് മാറ്റിവെച്ച് അവർക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. നിങ്ങളെ പലപ്പോഴും പല വ്യക്തികളും വളരെ സന്തോഷമുള്ള വ്യക്തികളാണ് എന്ന് തെറ്റിദ്ധരിച്ചു എന്ന് വരാം. എന്നാൽ നിങ്ങളുടെ മുഖത്തുള്ള ആ ചിരിയിൽ അതിന് പിന്നിൽ ഒരുപാട് വിഷമതകളുടെ കാര്യങ്ങൾ പറയുവാൻ സാധിക്കും. പല വിധത്തിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാകാം. അത് നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അത്രമേൽ അടുത്തറിയുന്നവർക്ക് പോലും നിങ്ങളെക്കുറിച്ച് അത്ര വിശദമായി മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല. നിങ്ങളെ മനസ്സിലാക്കുക എന്നത് എളുപ്പത്തിൽ സാധിക്കാത്തതായ ഒരു കാര്യം തന്നെയാണ്. അതായത് മനസ്സിലെ വേദനകളാണ് മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാതെ വരിക എന്നതാണ് വാസ്തവം. അതെല്ലാം സഹിക്കുവാനുള്ള ഒരു മനസ്സ്, അതല്ലെങ്കിൽ അതെല്ലാം തരണം ചെയ്യുവാനുള്ള ഒരു മനസ്സ് എനിക്കുണ്ട് എന്നൊരു മനോഭാവമായിരിക്കും ഇവരിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പലപ്പോഴും പല വിധത്തിലും വിഷമകരവും അതായത് ന്യായത്തിന് എതിരായ പല കാര്യങ്ങളും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരാണ്. അത് ചതിയായി പരാമർശിക്കുവാൻ സാധിക്കും. ചതി എന്ന് പറയുമ്പോൾ അത് അപ്രതീക്ഷിതമായി പല വ്യക്തികളിൽ നിന്നും, പരിചയമില്ലാത്ത വ്യക്തികളിൽ നിന്നും മാത്രമല്ല, വളരെയേറെ വിശ്വസിച്ചിരുന്ന വ്യക്തികളോ വേണ്ടപ്പെട്ടവരിൽ നിന്നോ ചില ചതികൾ സംഭവിച്ച് അത് നിങ്ങൾക്ക് വളരെ വിഷമതകൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. അത്തരത്തിൽ വഞ്ചനകൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളവരാണ് എന്ന് പറയാം, അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്ന് പറയാം. ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചു എങ്കിലും ആ പ്രയാസങ്ങൾ ചെറുതായി പരാമർശിക്കുവാൻ സാധിക്കുന്നതല്ല. നിങ്ങളെ വളരെയധികം തളർത്തിയ അല്ലെങ്കിൽ വളരെയധികം മനസ്സിന് ആഘാതം ഏൽപ്പിച്ചതായ പല അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളവരാണ് നിങ്ങൾ. ഞാൻ എപ്രകാരം ഇതെല്ലാം സഹിക്കുന്നു, അല്ലെങ്കിൽ ഇത്രമാത്രം ദുരിതങ്ങൾ അനുഭവിക്കുവാൻ ഞാൻ എന്ത് പാപമാണ് ചെയ്തിട്ടുള്ളത് എന്ന് പോലും ചിന്തിച്ചു പോകുന്ന സാഹചര്യം പലപ്പോഴും നിങ്ങൾക്കുണ്ട്. അത്തരം കാര്യങ്ങൾ മനസ്സിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരം അനുഭവങ്ങൾ എല്ലാം ഒന്ന് ചിന്തിച്ച് നോക്കുകയാണ് എങ്കിൽ നിങ്ങളെ കൂടുതൽ ശക്തരാക്കി തീർത്തിരിക്കുന്നു. മനോബലവും മനക്കട്ടിയുമുള്ളവരാക്കി തീർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് കാണുന്നു. പലരിലും നഷ്ടമാകുന്ന ക്ഷമ അത് നിങ്ങളിൽ ഇപ്പോൾ വളരെ കൂടുതലായി കാണുവാനായി സാധിക്കുന്നു. പല തിരിച്ചടികളും പ്രയാസങ്ങളും തന്നെയാണ് നിങ്ങളെ ഇപ്രകാരം ഉയർത്തിയത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുകയാണ് എങ്കിൽ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കും, അല്ലെങ്കിൽ പ്രധാനമായും ശുഭകാര്യങ്ങൾ സംഭവിക്കും. ശുഭത്വം നിറഞ്ഞ ഒരു സമയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നൊരു ചിന്ത, ആഗ്രഹം, പ്രാർത്ഥന നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരമൊരു സാഹചര്യം നിങ്ങളിൽ നിലനിൽക്കുന്നു എന്നത് വളരെ വാസ്തവം തന്നെയാണ്. അല്പം വൈകിയാൽ പോലും ശുഭകാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു.
മനസ്സിന് അത്രമേൽ അനുകൂലമാകുന്ന ചില സന്തോഷകരമായ നിമിഷങ്ങളാകാം. പ്രത്യേകിച്ചും നോക്കുകയാണ് എങ്കിൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ചില വ്യക്തികൾ കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് പറയാം. ഈ വ്യക്തികളുമായി ബന്ധപ്പെട്ട് അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ പ്രകടമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചില കാര്യങ്ങൾ തിരുത്തുവാൻ സാധിക്കും. ഇവർ മൂലം നിങ്ങൾക്ക് മാനസികപരമായ പിരിമുറുക്കങ്ങൾ കുറയുകയോ ആശ്വാസങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയോ ചെയ്യാം എന്നുള്ളതാണ്. പല വേദനകളും അനുഭവിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അത് കുറയ്ക്കുവാൻ സഹായകരമായി തീരും. ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ വ്യക്തികളുടെ വരവ് ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ തുടക്കമായും പരാമർശിക്കുവാൻ സാധിക്കും. അത്തരമൊരു സാഹചര്യം നിങ്ങളിലേക്ക് വന്ന് ചേരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കണ്ട മാത്രയിൽ ഏവരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. തൊഴിൽപരമായി നോക്കുകയാണ് എങ്കിൽ, ജോലി സംബന്ധമായി നോക്കുകയാണ് എങ്കിൽ പരിശ്രമങ്ങൾ നടത്താത്തവരല്ല നിങ്ങൾ. എന്നാൽ അതിനനുസരിച്ചുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്നാൽ നിങ്ങളുടെ പരിശ്രമങ്ങൾ ഫലം കാണാൻ പോകുന്ന സാഹചര്യങ്ങളുണ്ട് എന്നത് വാസ്തവമാണ്. കാരണം നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികൾ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സത്യസന്ധതയോടെ പ്രവർത്തിക്കുന്ന ആ കാര്യങ്ങൾ അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പലപ്പോഴും ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ട് പോലും അതിന് അനുകൂലമായ ഒരു കാര്യം മറ്റുള്ളവരിൽ നിന്നും ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. എന്നാൽ പലപ്പോഴും നിങ്ങളുടെ കഴിവുകൾ മാറ്റി നിർത്തേണ്ടതായ സാഹചര്യം പോലുമുണ്ട്. എന്നാൽ ചിലരെങ്കിലും ഈ കഴിവുകൾ മനസ്സിലാക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് തുടക്കമാകാം. ചില അവസരങ്ങൾ അപ്രതീക്ഷിതമായി നിങ്ങളിലേക്ക് വന്നു ചേരാം. വിദ്യയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ കടന്നു വരികയും വിദ്യയിൽ ഏകാഗ്രതയോടെയും ശ്രദ്ധയോടെയും മുന്നോട്ട് പോകുവാനും മികച്ച വിജയങ്ങൾ നേടുവാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഒരുങ്ങുക. ഈ സമയം അപ്രതീക്ഷിതമായ ചില ഗുണാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതകളുണ്ട്. കലാരംഗവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഉയർച്ച കടന്നു വരുന്ന സമയമാണ്. കഴിവുകൾ ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അത്തരത്തിൽ പല കഴിവുകളും നിങ്ങളിലേക്ക് കൂടുതലായും കടന്നു വരാവുന്ന സമയമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രശസ്തി അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ മറ്റുള്ളവരിൽ നിന്നും അംഗീകാരങ്ങൾ, പ്രശംസ, അനുമോദനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഈ സമയം നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങളിലൊന്ന് നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതൊരു മുന്നറിയിപ്പ് തന്നെയാണ്. കാരണം നെഗറ്റീവായ ഊർജം വർദ്ധിക്കുന്ന ചില ചിന്തകൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയും അത് നിങ്ങളെ വളരെയധികം പിന്നോട്ടടിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. അതിനാൽ ഈ അനുഭവങ്ങളുള്ള വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സമയം ധൈര്യം അനിവാര്യമായി തീരുന്ന സമയമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ധൈര്യക്കുറവുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ ഈ സമയം ആത്മവിശ്വാസം വളർത്തുകയും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ അടിയുറച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന മനസമാധാനം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ പോലും രൂപപ്പെടാം. ധൈര്യത്തോടെ തന്നെ ഈ സമയം മുന്നോട്ട് നീങ്ങണം. രണ്ടാമത്തെ ചിത്രമായ പച്ചക്കുതിരയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല സത്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് എന്ന് പറയാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ കടന്നു വരാൻ പോവുകയാണ്. എന്നാൽ ഇപ്പോഴും നിങ്ങൾക്ക് പല കാര്യങ്ങളും പൂർണ്ണമായും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട്.
അതിപ്പോഴും മനസ്സിലാകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നവരാണ്. പല ആശങ്കകളും നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കുവാൻ പല അവസരങ്ങളിലും സാധിച്ചിട്ടില്ല എന്നതും വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും ആശങ്കയാണ് നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നത് എന്നതും വാസ്തവം തന്നെയാണ്. നിങ്ങളുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളിൽ, പ്രവൃത്തികളിൽ ഒരു മാറ്റം ഉണ്ടാകണം എന്ന ആഗ്രഹം, അത്തരം ചിന്തകൾ മനസ്സിലുള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതായ സാഹചര്യം വന്നു ചേരുകയാണ് എങ്കിൽ നല്ല വശവും അതേപോലെ തന്നെ ഗുണവശവും മോശമായ വശവും ചിന്തിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്ന് പറയാം. എന്നാൽ പല സമയങ്ങളിലും ഇത് കൃത്യമായി നടപ്പിലാക്കുവാൻ സാധിക്കുന്നില്ല എന്നത് നിങ്ങളുടെ ബലഹീനതയാകുന്നു എന്നത് വാസ്തവമാണ്. പലപ്പോഴും പല കാര്യങ്ങളും വളരെയധികം ചിന്തിച്ച് കൂട്ടുന്നത് പല കാര്യങ്ങളിലും അവ്യക്തതകൾ നിറയുന്നതിന് കാരണമായി തീരുന്നു എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന കാര്യങ്ങൾ നല്ലതാണോ മോശമാണോ, അല്ലെങ്കിൽ ഏത് വഴിയാണ് ഏറ്റവും അനുകൂലം, ഇത്തരത്തിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. ഈ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ദോഷകരമായി തീരുന്നു. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന അനുകൂല കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് പോലും കാരണമായി തീരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ ജീവിതം എല്ലാം തുറന്ന പുസ്തകമല്ല. പല കാര്യങ്ങളും തുറന്ന് പറയുവാൻ താല്പര്യപ്പെടാത്ത വ്യക്തികളാണ് എന്ന് പറയാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആശങ്ക ഉള്ളവരാണ്. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഭയം പല കാര്യങ്ങളിലുമുണ്ട്. പല കാര്യങ്ങളെയും സമീപിക്കുവാൻ ഒരു ഭയമുണ്ട്. അത് മനസ്സിൽ തന്നെ ഒതുക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. പുറത്തു നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളാണ് എങ്കിലും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല. നിങ്ങൾ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയായി തന്നെ പലപ്പോഴും അവർ മനസ്സിലാക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ പല രീതിയിലും ഇത്തരം വിഷമകരമായ സാഹചര്യങ്ങളുണ്ട്. പല കാര്യങ്ങളിലും അനിശ്ചിതത്വം നിറയുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു ആശയക്കുഴപ്പം, അതായത് ആ കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ ശരിയാകുമോ ഇല്ലയോ, ഇത്തരത്തിൽ പല ചിന്തകളും മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പലപ്പോഴും പല കാര്യങ്ങളിലും നിങ്ങളെ പിന്നോട്ടടിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ഇപ്രകാരം മുന്നോട്ട് പോയാൽ പോരാ എന്ന രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികൾ കൂടിയായി നിങ്ങൾ മാറുന്ന സാഹചര്യമുണ്ട്. ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ, അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ തീർച്ചയായും അത് സാധ്യമാകാവുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾ ഇപ്രകാരം ഒരു ജീവിതമല്ല ആഗ്രഹിച്ചിരുന്നത് എന്നത് വാസ്തവമാണ്. എന്നാൽ അത്തരമൊരു ജീവിതത്തിലേക്ക് മടങ്ങി പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളിലേക്ക് ഈശ്വരൻ ആശ്വാസം നിറഞ്ഞ വാക്കുകളല്ല നൽകുന്നത്, പകരം നിങ്ങളുടെ കഠിനാധ്വാനത്തിനുള്ള ഫലമാണ് ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങളിലേക്ക് പകർന്നു നൽകുക. ഒരുപാട് നേരം കാത്തിരുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും, അത് ജോലികളിലാണ് എങ്കിലും, ബന്ധങ്ങളിലാണ് എങ്കിലും, അതല്ല നേട്ടങ്ങളാണ് എങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ സഫലമാകാൻ സാധ്യത അന്ന് കുറവാണ് എന്ന് ചിന്തിച്ചിരുന്നു എങ്കിൽ, അത്തരത്തിൽ ഓരോ കാര്യങ്ങളും വളരെ അനുകൂലമായ സാഹചര്യത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്. അത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല, നാളെ തന്നെ സംഭവിക്കും എന്നല്ല. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ട പല കാര്യങ്ങളിലും അത് തടസ്സങ്ങളാണ് എങ്കിലും കുറവ് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. യാത്രകൾക്കായുള്ള ശ്രമങ്ങൾ നടത്തുന്നവരാണ് എങ്കിൽ അതിലൊരു വിജയം കാണുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും.
കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾക്ക് ഒരു പോംവഴി കണ്ടെത്തുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും ഒരു മാറ്റം സംഭവിക്കാം. പല കാര്യങ്ങളിലും പല സമയത്തും ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ ഈ സമയം അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യം രൂപപ്പെടാവുന്നതുമാണ്. ഈ സമയം നിങ്ങൾക്ക് അത് ജീവിതത്തിൽ അനുഭവവേദ്യമായി തുടങ്ങും. വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ട ആശങ്കകളുണ്ട് എങ്കിൽ പല കാര്യങ്ങളും അത് മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കാനുള്ള സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോകാം. അനുയോജ്യമായ ഒരു ബന്ധം കടന്നു വരാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതൽ തന്നെയാണ്. പല രീതിയിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അതിൽ കുറച്ചൊരു മാറ്റം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ശ്രദ്ധാപൂർവം ആ കാര്യങ്ങളെ, അതായത് ശ്രദ്ധയോടെ ശരീരം പരിപാലിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വന്നു ചേരാം. ആരോഗ്യ കാര്യത്തിൽ പുരോഗതി ദൃശ്യമാകാവുന്ന സമയമാണ്. എന്നാൽ ഈ സമയം അനാവശ്യമായ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കാതെ മനസ്സിന് വിശ്രമം നൽകേണ്ടത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും പല വിഷമതകളുണ്ട്. എന്നാൽ അത് മനസ്സിൽ നീറുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അതിനെ ശാന്തമാക്കുവാൻ, മനസ്സിനെ ശാന്തമാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്ന് കാണുന്നു. അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതായ സാഹചര്യം ഉണ്ടാകാവുന്നതുമാണ്. ഈ സമയം മാറ്റങ്ങൾ പ്രകടമാകുമ്പോൾ നിങ്ങൾ പ്രധാനമായും ചിന്തിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങളുടെ ഭാവി തന്നെ നിർണയിക്കുന്നതായ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അത് കൃത്യമായി വിനിയോഗിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം അതിൽ ആദ്യത്തേത് സംശയമാണ്, രണ്ടാമത്തേത് ഭയത്തോടെയുള്ള സമീപനമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിനും പുതിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നതിനും കാരണമായി തീരും. അതിനാൽ ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ മറികടന്ന് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ്. കാരണം നിങ്ങളിലേക്ക് ഈശ്വരൻ അനുഗ്രഹങ്ങൾ, വിശ്വാസം നൽകിയിട്ടുണ്ട്, അതായത് കഴിവുകൾ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. പ്രാർത്ഥനകളിലൂടെ നിങ്ങളുടെ മനസ്സിന് ശാന്തത കൈവരിക്കുക മാത്രമല്ല സമാധാനം ലഭിക്കും. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ നിങ്ങൾ ഒരിക്കലും മറക്കുവാൻ പാടുള്ളതല്ല. എത്ര തന്നെ മനസ്സ് വളരെയധികം ആശങ്കകളാൽ അല്ലെങ്കിൽ ഭയത്താൽ നിറഞ്ഞാൽ പോലും ആ മനസ്സിലേക്ക് ശാന്തത കൊണ്ടുവരുവാൻ ആ ഈശ്വര പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം തന്നെ കടന്ന് വരാവുന്നതാണ്. നിങ്ങൾ നടത്തിയിരിക്കുന്നതായ പ്രാർത്ഥനകൾ, വഴിപാടുകൾ, ഇതിൻ്റെയെല്ലാം ഫലങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരാം. ഈ സമയം പോസിറ്റീവായ ഊർജത്തോടെ, അത്തരം ചിന്തകളോടെ മുന്നോട്ട് പോവുക.